ന്യൂ ജനറേഷൻ ഫിലിംസിൻ്റെ കുറച്ച് ത്രില്ലർ വയലൻസ് ഒക്കെ നമ്മൾ ഈ അടുത്ത കാലങ്ങളിൽ വിമർശിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഡെഫിനറ്റ്ലി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമ്മുടെ പറയുന്നുണ്ട് മൂവിയിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് കുറേ അധികം ക്രൈംസും കാര്യങ്ങളൊക്കെ വരുന്നു. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അടിപൊളിയായിരുന്നു. ഒരു കോമഡി എൻ്റർടൈനിങ് ആണ് സംഭവം. ലൈക്ക് പൊളിറ്റിക്സ് രീതിയിലല്ല, പൊളിറ്റിക്സ് ഉണ്ടില്ലെന്നില്ല, പക്ഷേ ഫുൾ ത്രോട്ട് ഫൺ എലമെൻറ്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. വൺ ടൈം വാച്ചബിളാണ്. എടുത്തു പറ എല്ലാവരും ആർട്ടിസ്റ്റ് അറിയാമല്ലോ, എല്ലാ കൊമേഡിയൻസും ഇതിൻ്റെ അകത്തുണ്ട്. എടുത്തു പറ അരിസ്റ്റോ സുരേഷിൻ്റെ നെൽസൺ ചേട്ടൻ്റെ പെർഫോമൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ എന്തോ എടുത്തു പറയാനായിട്ട് മീൻസ് ഡെബ്യൂ ഡയറക്ടറാണ്, നവാഗത സംവിധായകനാണ്. സോ ഇപ്പോഴത്തെ സംവിധായകരെ വെച്ച് താരതമ്യം ചെയ്യുന്നില്ല, പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റ് രീതിയിൽ പുള്ളി അടിപൊളി ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ വൈഫ് റോളിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് അതും പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. മാം തന്നെയാണ് പ്രൊഡക്ഷന് വന്നേക്കുന്നത്. സോ ഫസ്റ്റ് പ്രൊഡക്ഷൻ തന്നെ ഒരു അടിപൊളിയായിട്ട് ത്രൂ ഔട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് അപർണ വിവേക്. ഇത് ഞാൻ ആത്മസഹോയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, സഖാവ് മിനി എന്ന് പറഞ്ഞിട്ട്. എൻ്റെ പേര് അപർണ. ഇതെൻ്റെ 3ാമത്തെ സിനിമയാണ്. ഡെഫിനറ്റ്ലി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമ്മുടെ പറയുന്നുണ്ട് മൂവിയിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് കുറേ അധികം ക്രൈംസും കാര്യങ്ങളൊക്കെ വരുന്നു. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു ഫാമിലി ആയിട്ട് വന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല കോമഡീസ്, അതായത് വൾഗാരിറ്റീസ് ഒന്നുമല്ല, നല്ല രീതിക്കുള്ള കോമഡീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഫീൽ ഗുഡ് മൂവി ഡെഫിനറ്റ്ലി നമുക്ക് വന്ന് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു സിറ്റുവേഷനിൽ. ആൻഡ് ഇതിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുറേ അധികം സ്റ്റാർസ് ഉണ്ട്. രഞ്ജി പണിക്കർ സാറുണ്ട്, നോബി ചേട്ടൻ, നെൽസൺ ചേട്ടൻ, മഞ്ജു പത്രോസ്, അങ്ങനെ ഒട്ടനവധി കോമഡി റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം ആൻഡ് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചെറിയ സിനിമയാണ്, ബട്ട് ഡെഫിനറ്റ്ലി ലുക്കിംഗ് ഫോർവേഡ്. ആത്മസഹോ ആണ് സിനിമ. നമ്മൾ നല്ല സിനിമയായിരുന്നു. കാരണം കുറേ നാൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഈ നമ്മൾ പഴയ കാലങ്ങളിലുള്ള കുടുംബ ചിത്രങ്ങൾ നമുക്ക് പലപ്പോഴും ഈ അടുത്ത കാലങ്ങളിൽ വളരെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ന്യൂ ജനറേഷൻ ഫിലിംസിൻ്റെ കുറച്ച് ത്രില്ലർ വയലൻസ് ഒക്കെ നമ്മൾ ഈ അടുത്ത കാലങ്ങളിൽ വിമർശിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ വളരെ നല്ലൊരു സിനിമ. പിന്നെ ചിരിക്കാൻ ഒത്തിരിയേറെ ഉണ്ട്. ആത്മസഹോ 3 ആത്മാക്കൾ, അതായത് ഒരു മരണം നടന്ന വീട്ടിൽ നടക്കുന്ന 16 അടിയന്തരത്തിനിടയ്ക്ക് സംഭവിക്കുന്ന വിശേഷങ്ങളാണ് ഇതിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന അതിനകത്ത് പാർട്ടിയുണ്ട്, ബന്ധുക്കളുണ്ട്, അതെല്ലാം കൂടെ ചേർന്ന് പിന്നെ ഒരു ട്രഷർ ഹണ്ട്, ഒരു നിധി ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തുടക്കം മുതൽ അവസാനം വരെ ഒത്തിരി ചിരിക്കാനുള്ള ഒരു നല്ലൊരു സിനിമ. തിയേറ്ററിൽ തന്നെ കുടുംബമായിട്ട് കുഞ്ഞുങ്ങളെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. കാരണം അത്രയേറെ അതിനകത്ത് കോമഡി കണ്ടൻ്റ് ഉണ്ട്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. നല്ല സിനിമയാണ് ആത്മസഹോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലുലുവിലും ഉണ്ട്, ട്രിവാൻഡ്രത്ത്, കൊച്ചിയിലും ഫോറം മാളിലും ഫിലിം റിലീസ്ഡാണ്. ഇവിടെ ഇപ്പോൾ എയ്റിസ് ഫ്ലെക്സിലാണ് ഞാൻ കണ്ടത്. നല്ല സ്ക്രീൻ. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണുക. പടം ഞാനതിൽ ചെറിയൊരു ഭാഗമായിട്ടുണ്ടായിരുന്നു, അഭിനയമാണ്. അതിൽ ഒരു സഖാവായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്ന വേഷം. പിന്നെ ഇതിൽ ഡയറക്ടർ നവാഗത സംവിധായകനാണ്, ഗോപുകിരൺ എന്ന പേര്. അപ്പം പ്രൊഡക്ഷനും ഗോപുകിരൻ്റെ വൈഫ് തന്നെയാണ്. അപ്പം ഈ പടം ഷൂട്ട് ചെയ്തത് 2-3 വർഷം മുന്നെയാണ്. അപ്പം അത് കുറച്ച് പ്രതിസന്ധികളിലൂടെയാണ് ഇപ്പോൾ ഈ പടം തിയേറ്ററിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ പടം കണ്ട് സപ്പോർട്ട് ചെയ്ത് നമ്മളെപ്പോലെ വളർന്നു വരുന്ന ചെറുപ്പക്കാരെ, കലാകാരന്മാരെ വളർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആത്മസഹോ നിങ്ങൾ തിയേറ്ററിൽ കാണാൻ പറ്റും.